നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയ വ്യക്തിയെ ഓർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. നമുക്ക് ബോട്ടം കിട്ടിയിരിക്കുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് വാൻസ്, നൈറ്റ് ഓഫ് സോർഡ്സ്, 5 ഓഫ് സോർഡ്സ്, Two of Cups, King of Cups, Ten of Pentacles. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. നൈറ്റ് ഓഫ് വാൻസ് ആൻഡ് നൈറ്റ് ഓഫ് സോർഡ്സ് ഒരുമിച്ച് വരുമ്പോൾ അത് പ്രണയത്തിൽ വളരെ വേഗതയേറിയതും ആവശ്യഭരിതവും എന്നാൽ ഒപ്പം തന്നെ അല്പം അസ്ഥിരവുമായ എനർജിയാണ് കാണിക്കുന്നത്. ഈ കോമ്പിനേഷൻ പ്രകാരം ഈ ബന്ധം വളരെ പെട്ടെന്ന് സംഭവിച്ച ഒന്നായിരിക്കാം. കണ്ടുമുട്ടിയ ഉടനെ തന്നെ ശക്തമായ പ്രണയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാകും. പ്രണയം പ്രകടിപ്പിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഇവർ ഒട്ടും സമയം കളയില്ല. ഈ 2 കാർഡുകൾ ഒന്നിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്താണെന്നോ? ക്ഷമയില്ലായ്മയാണ്. 2 പേരും പെട്ടെന്ന് ദേഷ്യം വരുന്നവരോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ മടിയുള്ളവരോ ആകാം. വഴക്കുകൾ ഉണ്ടാകുമ്പോൾ വളരെ മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ച് ഇവർ സംസാരിക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് പ്രകോപിതരാകുന്ന സ്വഭാവത്തെ ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നു. 5 ഓഫ് സോർഡ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് തർക്കത്തിൽ ജയിച്ചു പക്ഷേ ബന്ധം തോറ്റു എന്ന അവസ്ഥയാണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ബന്ധത്തിൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന ചിന്താഗതി വില്ലനാകുന്നുണ്ട്. ആരാണ് ജയിക്കുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം വഴക്കിടുന്ന ഒരു രീതി ഇവിടെ കാണാം. പങ്കാളികൾക്കിടയിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ മടിയുള്ള അവസ്ഥയാണിത്. ദേഷ്യം വരുമ്പോൾ ആലോചിക്കാതെ പറയുന്ന വാക്കുകൾ നിങ്ങളെ കഠിനമായി വേദനിപ്പിക്കുന്നുണ്ടാകാം. വഴക്കിന് ശേഷം സമാധാനത്തിന് പകരം ഒരു അകൽച്ച അനുഭവപ്പെടാം. എന്നാൽ നമുക്ക് വന്നിട്ടുള്ള കാർഡാണ് 2 ഓഫ് കപ്സ്. ഇത് പ്രണയ റീഡിങ്ങിൽ വരാവുന്ന ഏറ്റവും മനോഹരമായ പോസിറ്റീവായ കാർഡുകളിൽ ഒന്നാണ്. എത്രയൊക്കെ വഴക്കുകളും ഈഗോയും ഉണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ളത് വെറും ഒരു താൽക്കാലിക ആകർഷണമല്ല, മറിച്ച് പരസ്പരം ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു സോൾമേറ്റ് കണക്ഷനാണ്. 2 പേരുടെയും മനസ്സുകൾ തമ്മിൽ വലിയൊരു അടുപ്പം ഈ 2 ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നു. നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നുവോ അത്രത്തോളം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. വഴക്കുകൾ എത്ര തന്നെ ഉണ്ടായാലും പരസ്പരം കാണുമ്പോഴോ സംസാരിക്കുമ്പോഴോ ആ സ്നേഹം വീണ്ടും സജീവമാകും. 2 ഓഫ് കപ്സിൻ്റെ ആഴത്തിലുള്ള സ്നേഹത്തിന് കൂടുതൽ പക്വതയും സ്ഥിരതയും നൽകുന്ന കാർഡാണ് കിങ് ഓഫ് കപ്സ്. നിങ്ങളെ മാനസികമായി പിന്തുണയ്ക്കാനും നിങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും അവർക്ക് സാധിക്കുന്നു. അവർ തൻ്റെ വികാരങ്ങളെ പെട്ടെന്ന് പുറത്ത് കാണിക്കില്ല. നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാനും ആശ്രയിക്കാനും പറ്റുന്ന ഒരു പങ്കാളിയാണ് അവർ. നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കാനും അതിന് കൃത്യമായ പരിഹാരം കണ്ടെത്താനും സഹായിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഈ റീഡിങ്ങിൽ അവസാനമായി വരുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് കാർഡാണ്. ഈ റീഡിങ്ങിൻ്റെ ഏറ്റവും മനോഹരവും ആത്യന്തികവുമായ ഫലം കാണിക്കുന്ന കാർഡാണ് 10 ഓഫ് പെൻറ്റക്കിൾസ്. പ്രണയ റീഡിങ്ങിൽ 10 ഓഫ് പെൻറ്റക്കിൾസ് വരുന്നത് പൂർണ്ണ വിജയത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും തർക്കങ്ങളും മാറി ഈ ബന്ധം എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത് എന്ന് ഈ കാർഡ് വ്യക്തമാക്കുന്നു. ഈ ബന്ധത്തിന് ശക്തമായ ഒരു ഭാവിയുണ്ട്. വെറും ഒരു പ്രണയമായി അവസാനിക്കാതെ ഒരുമിച്ചുള്ള സന്തോഷകരമായ ഒരു ജീവിതം, വിവാഹം, കുടുംബം എന്നിവയിലേക്ക് ഇത് വഴിമാറും. സാമ്പത്തികമായും മാനസികമായും വളരെ ഭദ്രതയും സുരക്ഷിതവുമായ ഒരു അന്തരീക്ഷം നിങ്ങൾ 2 പേരും ചേർന്ന് കെട്ടിപ്പടുക്കുമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ഈ കാർഡ് പ്രകാരം നിങ്ങളുടെ ബന്ധത്തിന് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അംഗീകാരവും അനുഗ്രഹവും ലഭിക്കാൻ വലിയ സാധ്യത കാണുന്നുണ്ട്.
ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളോ അകൽച്ചയോ എന്തു തന്നെയായാലും അതിനെയെല്ലാം അതിജീവിച്ച് നിങ്ങൾ ഒരുമിക്കും. ചുരുക്കത്തിൽ നിങ്ങളുടെ പ്രണയം തുടക്കത്തിൽ വളരെ വേഗതയേറിയതും ആവേശഭരിതവുമായിരുന്നു. സ്വാഭാവികമായും അതിനിടയിൽ ഈഗോയും കടുത്ത വാക്കേറ്റങ്ങളും ഉണ്ടായി. അത് ചിലപ്പോഴൊക്കെ നിങ്ങളെ മാനസികമായി തളർത്തിയിട്ടുമുണ്ടാകാം. പക്ഷേ നിങ്ങൾക്കിടയിൽ ആത്മബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. എത്ര വലിയ വഴക്കുണ്ടായാലും വിധി പോലെ നിങ്ങൾ വീണ്ടും ഒന്നിക്കുമെന്നും ഒരു സുരക്ഷിതമായ കുടുംബജീവിതത്തിലേക്ക് എത്തുമെന്നും 10 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ റീഡിംഗ് വളരെ പോസിറ്റീവും ശക്തവുമായതാണ്. ഇതാണ് കാർഡുകൾ വഴി പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.